അഞ്ചാമത്തെ സ്റ്റിച്ച് ലീഫ് സ്റ്റിച്ച്. ചെടിയുടെ തണ്ടൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റിച്ചാണ് ലീഫ് സ്റ്റിച്ച്. അപ്പം നമ്മൾ സാമ്പിളായിട്ടൊന്ന് ചെയ്ത് പഠിക്കാൻ വേണ്ടി ചെറിയൊരു ലൈനിങ്ങിനെ വരച്ച് കൊടുക്കുക. അതിലൊന്ന് ചെയ്ത് പഠിച്ച ശേഷം നമുക്ക് ലീഫിൻ്റെ ഒരു ഷേപ്പ് വരച്ചിട്ട് അതിലൊന്ന് ചെയ്ത് നോക്കാവേ. അപ്പം നമ്മൾ ഫസ്റ്റ് ഇതുപോലെ ലൈൻ വരച്ചിട്ട് വൺ സൈഡ് ത്രെഡ് നമ്മൾ കെട്ടാക്കിയിട്ട ശേഷം തുണിയുടെ അടിഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഇതുപോലൊരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇല്ലേ, അതുപോലെ തന്നെയാണ് ആദ്യത്തെ സ്റ്റാർട്ടിങ്. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു സ്റ്റിച്ചിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് കുത്തിയിടുക കേട്ടോ. കണ്ടില്ലേ, അതിൻ്റെ സെൻറ്റർ ഭാഗം വരുന്ന രീതിയിൽ മുകളിലേക്ക് കുത്തിയെടുക്കുക. പിന്നെ വീണ്ടും ആ കുത്തിയെടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ താഴേക്ക് കുത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലൊരു ഷേപ്പ് വരും. കണ്ടില്ലേ? അപ്പം നമ്മൾ ഫസ്റ്റ് ആ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങിയില്ലേ, അവിടെ ആ ഒരു പോയിന്റ് കണ്ടില്ലേ, ആ ഒരു പോയിന്റ് വരുന്ന രീതിയിൽ നമ്മൾ താഴേന്ന് മുകളിലേക്ക് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ മുകളിലേക്ക് കുത്തിയെടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ കുത്തിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് നൂല് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ടൈറ്റ് ആക്കരുത്, ഒരു മിനിമം ലെവലിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ചിന് കൊടുത്ത പോലെ തന്നെ ഒരു ലോക്ക് കൊടുക്കുകയാണ് കേട്ടോ. താഴേക്ക് കുത്തി ലോക്ക് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലെയാണ്. വീണ്ടും നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് കണ്ട ഈ ഒരു സെൻറ്റർ ഭാഗം നോക്കിയിട്ട് താഴെ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുന്നു. വീണ്ടും മുകളിലേക്ക് വലിക്കുന്നു. വീണ്ടും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് താഴേക്ക് കുത്തിയെടുത്ത് വലിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഷേപ്പ് വരും. വീണ്ടും നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ പോയിൻ്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിൻ്റ് നോക്കി താഴേന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുന്നു. വീണ്ടും ആ നൂലൊന്ന് ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. വീണ്ടും നമ്മൾ ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് റിപ്പീറ്റ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, കുറേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രാക്ടീസ് ആകും കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു ലീഫ് ഒന്ന് വരച്ച് നോക്കിയാലോ. ലീഫ് വരച്ച് നോക്കിയിട്ട് അതേ കൂടെ തന്നെ നമുക്ക് ലീഫ് കംപ്ലീറ്റ് ഒന്ന് ചെയ്ത് നോക്കാവേ. അപ്പം ഞാനിവിടെ ലീഫിൻ്റെ ചെറിയൊരു ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറയിൽ നന്നായിട്ടൊന്ന് കാണാൻ വേണ്ടി, ഒന്ന് കട്ടയായിട്ട് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഈ ത്രെഡ് രണ്ടും കൂടെ കൂട്ടിക്കെട്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ നല്ല ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ വൺ സൈഡ് ത്രെഡ് ഇട്ട് നോട്ടിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ, ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ ക്യാമറയിൽ ഒന്ന് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ലീഫിൻ്റെ ഷേപ്പ് വരയ്ക്കുക. ആ ലീഫിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തു നിന്ന് കുത്തിയെടുക്കുക. ഇതുപോലെ കുത്തിയെടുക്കുക. അതിനുശേഷം വീണ്ടും താഴേക്കൊന്ന് കുത്തിയെടുക്കുക. കണ്ടില്ലേ? ഇനി അതിന് ശേഷം ആ ത്രെഡിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിൽ കണ്ട ആ ഒരു ഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് സൈഡിലും വരുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കുത്തിയെടുക്കുക മുകളിലേക്ക്. വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കുത്തുക താഴേക്ക്. അപ്പോൾ ഇതുപോലൊരു ഷേപ്പ് വരും. വീണ്ടും ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ വീണ്ടും മുകളിലേക്ക് കുത്തിയെടുക്കുക. ഒന്ന് ടൈറ്റ് ചെയ്യുക കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ കിട്ടുവേ. ഡൗട്ട് ക്ലിയർ ആകാൻ വേണ്ടിയാണ് ഞാൻ അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത്. വീണ്ടും അവിടെ നമുക്കൊരു ലോക്ക് ചെയ്യാവേ. ലോക്ക് നമ്മൾ ചെയിൻ സ്റ്റിച്ചിന് ചെയ്ത സെയിം ലോക്ക് തന്നെയാണ്. വീണ്ടും നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ തൊട്ട് താഴെ വരുന്ന രീതിയിൽ വീണ്ടും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ അതിന് നേരെ തന്നെ താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീണ്ടും അന്നേരം ഒരു ഷേപ്പ് വരും. വീണ്ടും ആ ഒരു ലോക്ക് ഉണ്ടല്ലോ, ആ ലോക്കിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ താഴേന്ന് മുകളിലേക്ക് കുത്തിയെടുക്കാം. വീണ്ടും ഒന്ന് നൂല് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് താഴേക്ക് കുത്തി ലോക്ക് ചെയ്യാം. അപ്പോൾ ഇത് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ താഴേക്ക് വരുവേ, ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഷേപ്പിന് വരും കേട്ടോ. അങ്ങനെ നമുക്ക് ഒരു ലീഫ് കംപ്ലീറ്റ് ചെയ്യാം.